സാബിർത്താ, നിങ്ങൾക്ക് എങ്ങനെയുള്ള പിയാപ്പിളിനെയാണ് വേണ്ടേ? എനിക്ക് നല്ല പഠിത്തവനെ പേടിയുള്ള നല്ലൊരു എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, എൻ്റെ മരണം വരെ നല്ല നിലയിൽ നോക്കാൻ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പൂക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ ഒക്കെ അടുത്താണ് വരുന്നത് കേട്ടോ. കോഴിക്കോട് സിറ്റിയിൽ തന്നെയാണ്. ഇവിടെ വന്നത് സാബിറാനെ കാണാനാണ്. സാബിർത്താക്ക് 54 വയസ്സാണ് ആയത്. 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല. ആൾ സ്മാർട്ടാണ്. പിന്നെ കുക്കിങ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ ഇത് മുമ്പ് കാണുന്ന വീടും ഈ വീടൊക്കെ ആങ്ങളമാരെ വീടാണ്. അപ്പോൾ അവിടെ എവിടെയായിട്ട് മാറിയാണ് സാബിറ നിൽക്കാറ് കേട്ടോ. ഓക്കെ, നമുക്കവരെ പരിചയപ്പെടാം. സാബിറാൻ്റെ 2 ആങ്ങളമാരാണ് കേട്ടോ ഇവർ രണ്ടാളും. അസ്സലാമു അലൈക്കും. നിങ്ങൾ പേരെന്താ? മൊയ്തീൻ കോയ. നിങ്ങളിതാ? മുഹമ്മദാണ്. ബാവാന്നാ വിളിച്ചത്. സാബിറാൻ്റെ 2 ആങ്ങളമാരാ അല്ലേ? നിങ്ങൾ 3 മക്കളാ അല്ലേ? അല്ല, നമ്മൾ മൊത്തം 7 പേരേന്. അതിൽ വലിയ ജ്യേഷ്ഠനും വലിയ പെങ്ങളും മരിച്ചു. 3 പെങ്ങന്മാരും 2 ആങ്ങളമാരും ഉണ്ട്. 5 പേര്. 5 പേരാണ്. അത് ശരി. ഇതാണ് കേട്ടോ സാബിറ. സാബിർത്താ, എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം? ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ബാക്കിയെല്ലാം ചെയ്യൂല്ലേ? വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂലേക്കാ? അതെ, അത്യാവശ്യം കൊണ്ട് കഴിയുന്നൊക്കെ ജന്മന ഉള്ളതാണ് അല്ലേ? ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തിരുന്നു. പിന്നെ അത് പിന്നെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ചെറിയൊരു നയലുമാരും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു കളർ, ഓരോ ഡ്രസ്സിൻ്റെ കളറുകളൊക്കെ ആണോ ഒരു ചുവപ്പാണെന്നൊക്കെ ഉള്ള ചെറുങ്ങനൊക്കെ പറയും. ശരി, അങ്ങനെ ചെറിയൊരു കാഴ്ച. നിങ്ങൾ ഇതായിട്ട് നടക്കുന്നതായിട്ടുള്ള ആ പരിചയത്തിനായി ഞാൻ നടന്നോളും. പിന്നെ ഇല്ലാതെ ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും വൈക്കൽ എന്തെങ്കിലും തടഞ്ഞു പോകും. അതെ. ഇപ്പോൾ 54 വയസ്സായില്ലേ? കല്യാണങ്ങൾ ആ സമയത്ത് നമ്മൾ അനുയോജ്യമായിട്ടുള്ള ആലോചനകളൊക്കെ നമുക്ക് വന്നു ഇല്ല, അങ്ങനെ നേരം വൈകി പോയാണ് അല്ലേ? അതെ. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരമൊന്നും ദൂരം ദൂരമൊന്നും പ്രശ്നമില്ല. അതെ, ഒരുപാട് ദൂരം വേണ്ട. എന്നാലും നമുക്ക് കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, അങ്ങനെ കണ്ണൂർ ജില്ല, അങ്ങനെയൊക്കെ നോക്കാം. നമുക്ക് അടുത്തുള്ള ജില്ലകൾ. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോകാനാണ് സാബിറാക്ക് ഇഷ്ടം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെ ഒന്നും അല്ല കേട്ടോ വേണ്ടത്, കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആളെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യണം. ഇക്കാ, സാബിറാക്ക് ഇപ്പോൾ ഒരു 54 വയസ്സല്ലേ ആയത്? നമുക്കൊരു എത്ര വയസ്സ് വരെയൊക്കെ നോക്കാം? മാക്സിമം ഒരു 60 വയസ്സ് വരെയൊക്കെ നോക്കാം. പിന്നെ ജോലി ചെയ്ത് സാബിറാനെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം കേട്ടോ. സാബിർത്താ, നിങ്ങൾക്ക് എങ്ങനെയുള്ള പിയാപ്പിളിനെയാണ് വേണ്ടേ? എനിക്ക് നല്ല പഠിത്തവനെ പേടിയുള്ള നല്ലൊരു എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, എൻ്റെ മരണം വരെ നല്ല നിലയിൽ നോക്കാൻ. അങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത്. പിന്നെ സ്കൂളിലൊന്നും അങ്ങനെ പോയിട്ടില്ല അല്ലേ? സ്കൂളിൽ പോയിട്ടില്ല. മദ്രസ പിന്നെ കേട്ടറി അറബി ഖുർആൻ ഓതും എല്ലാ കാര്യങ്ങളും നിസ്കാരവും ഒക്കെ ഉമ്മൻ്റെ ഉമ്മൻ്റെ കൂടെ തന്നെ ഇന്നല്ലോ. ഉമ്മ നിസ്കരിക്കണമെന്ന് കേട്ട് ഓതുന്നതും ഒക്കെ കേട്ട് അങ്ങനെ. അതെ, അങ്ങനെയാണ് കേട്ടറിവ്. അങ്ങനെ നിസ്കാരങ്ങളൊക്കെ അറിയാം. ഒക്കെ മനപ്പാഠം പഠിച്ചാണല്ലേ സാബിർത്ത? അതെ, ഒക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു അറിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 60 വയസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ജില്ലകൾ പറഞ്ഞെങ്കിലും ഇനി കുറച്ച് അങ്ങോട്ടായാലും കുഴപ്പമില്ല. സ്നേഹിക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ആളായിരിക്കണം. വെറുതെ ഒരു വീഡിയോ കണ്ട് വരുന്ന ആളാവരുത്, ഉപേക്ഷിക്കുന്ന ആളാവരുത് കേട്ടോ. മരണം വരെ കൂടെ വെക്കുന്ന ആൾ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. വേറെയൊക്കെ എന്താ പറയാനുണ്ടോ? അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണം, അതാണ് എല്ലാവരും ആഗ്രഹം. അതെ, തീർച്ചയായും. ഇൻഷാല്ലാ. സാബിർത്താ, വേറൊന്നും ഇല്ലല്ലോ? അല്ല, എൻ്റെ കാക്കമാർ പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു ജീവിതം കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. എവിടെ ഇട്ടേച്ച് പോണ ഒരാളാവരുത്. അതെ. അപ്പോൾ ഫ്രണ്ട്സ്, സാബിർത്തയും ആങ്ങളമാരും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ദൂരം നമ്മൾ പറഞ്ഞല്ലോ, ദൂരം എന്ന് പറഞ്ഞാൽ അടുത്താന്ന് സന്തോഷം. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നാണെങ്കിലൊന്നും കുഴപ്പമില്ല, നല്ലൊരാളാവുക എന്നുള്ളതാണ്. ഇപ്പോൾ 54 വയസ്സായി. ഇത്രയും കാലം ഒരു വിവാഹം എന്നുള്ള സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയ ഒരാൾ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു വയസ്സ് കല്യാണം കഴിക്കുന്നത്. സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതിൻ്റെ രീതിയിൽ വരുന്ന ആളെയൊന്നുമല്ല നമുക്ക് വേണ്ടി. പരിപൂർണ്ണമായിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. പിന്നെ കാഴ്ച ഉള്ള ഒരാളായിരിക്കണം എന്ന് സാബിറാക്ക് ആഗ്രഹമുണ്ട്.
അല്ലാതുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് പ്രശ്നമില്ല. ജോലിക്ക് പോയിട്ട് നോക്കുന്ന ഒരാളായാൽ മതി കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി നിൽക്കാൻ തന്നെയാണ് താല്പര്യം. ഇങ്ങോട്ട് വരുന്ന ആൾ അങ്ങനെയൊന്നുമല്ല, അങ്ങോട്ട് പോയി നിൽക്കാനാണ് താല്പര്യം. അപ്പോൾ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ള, ഇനിയിപ്പോൾ 60 വയസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ വലിയ മക്കളൊക്കെ ആയിരിക്കും, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് വലിയ മക്കളായിരിക്കും. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോ. പിന്നെ പറഞ്ഞല്ലോ, വീട്ടിലെ കാര്യങ്ങളായാലും കുക്കിംഗ് അങ്ങനത്തെ ഒന്നും അങ്ങനെ അറിയില്ലെങ്കിലും അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പാർട്ട്ണർ നല്ല അടിപൊളിയായിട്ട് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ലൊരു ക്ഷമയുള്ള ഒരാളാണെങ്കിൽ ഒക്കെ നടക്കും ഒക്കെ. പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, കാരണം ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിപ്പിച്ചെടുക്കാനൊക്കെ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ നമുക്കതിന് അതിൻ്റെ ഇത് വേണമെന്നേ ഉള്ളൂ. നമ്മളൊരു അടിസ്ഥാനത്തിൽ പോലെ പിന്നെ രീതിയിൽ മുളക് പൊടിയോ കാര്യങ്ങളൊക്കെ വെക്കും. അങ്ങനെയൊക്കെ ആ കുക്കിംഗ് ഒക്കെ സിമ്പിളായിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വീട്ടിലല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നല്ലൊരാൾ വരട്ടെ. പിന്നെ ഇവർ സാബിറാനെ പിന്നെ ഇത്രയും കാലം നല്ല രീതിയിൽ നോക്കിയതാണ്. ഇനി കല്യാണം കഴിച്ച് അവൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. കുടുംബം മൊത്തം ഒരുമിച്ച് നിൽക്കുന്നത് അവൾക്ക് നല്ലൊരു പാർട്ട്ണറിന് ഒരു സന്തോഷ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാലം കൊണ്ട് കിട്ടാത്ത ജീവിതം ഇനിയുള്ള കാലത്ത് അവൾക്ക് ഹാപ്പി ആയിട്ട് കിട്ടണം. അതിന് വരുന്ന ആൾ അങ്ങനെയുള്ള ആളായിരിക്കണം. നമുക്ക് ആർക്കും ഒരു നിർബന്ധമില്ല ആരെങ്കിലും വന്ന് കെട്ടണമെന്ന്. പരിപൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതി. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് എങ്ങനെയോ കല്യാണം നടത്തണം എന്നുള്ള ഒരു ബാധ്യത തീർക്കാനും നല്ല ഈ കല്യാണം നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനിയുള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ മാത്രമേ വരാവുള്ളൂ. അവർക്ക് അത്രയും പിന്നെ ആഗ്രഹമുണ്ട് നല്ലൊരാളാവണം എന്നുള്ളത്. കാരണം എല്ലാവരെയും വിവാഹം കഴിഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ പിന്നെ സാബിറ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു സങ്കടം തന്നെയാണല്ലോ. അപ്പോൾ ഇത്രയും കാലമായിട്ട് നടക്കാത്തത് നമ്മുടെ ഈ ചെറിയ വീഡിയോയിലൂടെ നടക്കട്ടെ അല്ലേ. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യേ. നമുക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടട്ടെ. ആരുമില്ല അനാവശ്യ കമൻറ്റ് കാര്യം നടരുത്. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് വിളിക്കുകയും ചെയ്യരുത്. ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ അങ്ങനെയുള്ള താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക കേട്ടോ. ഓക്കെ.